ഞാനിനി ഇവിടുന്ന് പോകുന്നില്ല അച്ഛാ. ഞാനിനി താമസിക്കാൻ പോകുന്നത് ഈ വീട്ടിലാ. അതെങ്ങനെ ശരിയാവും? ശിവൻ ഇവിടെയാണ് താമസമെങ്കിൽ നീ പറയുന്നത് ന്യായമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് ഞാനും എന്റെ ഭാര്യ നിർമ്മലയും മാത്രമാണ്. കണ്ടില്ലേ, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ തരാം. ആദ്യം യവന് തന്നെ ഇരിക്കട്ടെ. അയ്യോ, അയ്യോ. നിനക്ക് രാഘവൻ സാറിന്റെ വീടും പറമ്പ് വേണമല്ലേ? സത്യഭാമയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് നിനക്ക് ഇറക്കി വിടണമല്ലേ? എന്നിട്ട് നിനക്ക് അങ്ങ് മലേഷ്യക്ക് അങ്ങ് പോണമല്ലേ? മാറിക്കണോ അവിടുന്ന്? മാറിക്കണോ? ഇവിടെ പോണു. അയ്യോ, അയ്യോ. ആ പാവ അച്ഛനെ പറ്റിച്ച് നീ എഴുതി വാങ്ങിയെന്ന് പറയുന്ന മുതല് ഈ കാണുന്ന പേപ്പറല്ലേ? ഇത് രജിസ്റ്റർ ആയിട്ടില്ലല്ലോ. ഇനി ഇത് ഞാൻ രജിസ്റ്റർ ആയിക്കോളാം. ഇതെന്റെ ഇരിക്കട്ടെ. ഇനി ഇതും ചോദിച്ച് നീ ആ പാവം മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഇവൻ പുലിയാണല്ലോ. അപ്പൊ ഇവനെ കുറിച്ചായിരിക്കും പറഞ്ഞു കേട്ടത്. ശിവൻ മലേഷ്യയിലേക്ക് പോകാനുള്ള നിന്റെ ഈ തടിയില് ജീവൻ ഉണ്ടാവില്ല. മിസ്റ്റർ, താൻ എന്താടോ കാണിക്കുന്നേ? ഇതൊരു ആശ്രമമാണ്. ആ ബോധം നിനക്കാണ് ഉണ്ടാകേണ്ടത്. ഇവനെ പോലുള്ളവനെയൊക്കെ ഇതിനകത്തോട്ട് വിളിച്ചു കയറ്റി എന്തൊക്കെ കുഴപ്പങ്ങളാണ് നീയൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്? അതൊക്കെ ആശ്രമത്തിന് ചേരുന്ന കാര്യങ്ങളായിരുന്നോ? ഞാൻ അച്ഛനെ പോലെ ബഹുമാനിക്കുന്ന മനുഷ്യനെയാ കൊടുപ്പിച്ച് നീ. നോക്കി നിൽക്കുന്ന സെക്യൂരിറ്റി വിളിക്ക്. എന്നിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കാൻ പറ. ഭ്രാന്തമാർക്ക് കയറി ഇറങ്ങാൻ പറ്റിയ സ്ഥലമല്ല ഇത്. എടോ, നോക്കി നിൽക്കാതെ സെക്യൂരിറ്റി വിളിക്കാൻ. എനിക്ക് ഇയാൾ ഇവനെ ചവിട്ടി കൊല്ലും. ഒരു സെക്യൂരിറ്റിയും വിളിക്കണ്ട. ഞാനെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയായിരുന്നു. സ്വാമി, ഒരു പാവം മനുഷ്യനെ കുടിപ്പിച്ച് സ്വത്തുക്കൾ എഴുതിയെടുക്കാൻ വേണ്ടി അങ്ങയുടെ ആശ്രമമാണ് ഈ കിടക്കുന്ന ഫ്രോഡ് തെരഞ്ഞെടുത്തത്. അതിന് സഹായിച്ചതോ അങ്ങയുടെ ആശ്രിതയായ ഈ ശിഷ്യയും. എന്റേതായ രീതിയിൽ ഞാൻ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അങ്ങയുടെ തീരുമാനങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. പിന്നെ ഇതുപോലുള്ള വിഷവിത്തുകൾ ആശ്രമത്തിൽ കയറാതെ നോക്കുക. അതിന്റെ ക്ഷീണം അങ്ങയ്ക്ക് തന്നെ ആയിരിക്കും. മേലാൽ ആ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ വീണ്ടും നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. പിന്നെ നീ ഉണ്ടാവില്ല. ഓർമ്മയിൽ നീ കുറിച്ചു വെച്ചോ. ഇയാളെങ്ങനെയാ ഈ ആശ്രമത്തിലെത്തിയത്? എന്നെ കാണാനായിട്ട് വന്നതാ. പക്ഷേ ഇയാൾ ഇത്തരക്കാരനായിരിക്കുന്ന ഞാൻ അറിഞ്ഞില്ല സ്വാമി. അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും തെറ്റു തന്നെയാണ്. അതിനുള്ള ശിക്ഷയും അനുഭവിക്കണം. ഇനി സുഹാസിനി ഈ ആശ്രമത്തിൽ തുടരണമെന്നില്ല.
ഇല്ല സ്വാമി, ഇതിലെനിക്ക് ഒരു പങ്കുമില്ല. ഇതെല്ലാം ചെയ്ത ഇയാൾ മാത്രം. ഇയാളെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത്തവണത്തേക്ക് മാപ്പ് തരണം. അറിയാതെ പറ്റിപ്പോയ അബദ്ധം. മാപ്പ് തരണം സ്വാമി. അറിയാതെ പറ്റിപ്പോയ അബദ്ധം. ആളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട ആത്മഹത്യ ചെയ്യാതെ വേറെ വഴിയില്ല. ഇനി എന്നിൽ നിന്നും ഇതുപോലൊന്നും ഉണ്ടാവില്ല സ്വാമി. എന്നെ പറഞ്ഞു വിടല്ലേ. ആശ്രമത്തിന് കളങ്കമുണ്ടാക്കാൻ നോക്കിയത് ക്ഷമിക്കാനാവില്ല. അയ്യോ, ഞാനിത് പോലീസിൽ അറിയിക്കും. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടി പരിപാവനമായ ഈ ആശ്രമം തിരഞ്ഞെടുത്തത് ക്ഷമിക്കാനാവില്ല ഒരിക്കലും. സ്വാമി, ഈ ഒരു പ്രാവശ്യത്തേക്ക് സുഹാസിനിക്ക് മാപ്പ് കൊടുക്കണം. ഇവിടെ നിന്ന് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. സ്വാമി, മാപ്പ് ഓർക്കണം. ഇനി ഒരു തെറ്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ നിരപരാധിയാ. ഞാൻ അറിയാതെ ഇതെല്ലാം നടന്നത്. സ്വാമി എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. മാപ്പ് സ്വാമി. സ്വാമി, എന്നോട് പൊറുക്കണം. നിങ്ങൾ വിളിച്ചപ്പോ ഞാനൊരു മീറ്റിംഗിലായിരുന്നു. അതാ ഫോൺ എടുക്കാറുന്നത്. പിന്നീട് നീ വിളിച്ചു പറഞ്ഞ ഒന്നും എനിക്ക് അങ്ങോട്ട് വ്യക്തമായിട്ട് കേൾക്കാനും പറ്റിയില്ല. ആര് വന്നു എന്നുള്ള കാര്യമാണ് നീ പറഞ്ഞത്. ആ, ഡെയ്സിയോ? ഇതെന്താ ഇവിടെ? ഞാനിനി ഇവിടുന്ന് പോകുന്നില്ല അച്ഛാ. ഞാനിനി താമസിക്കാൻ പോകുന്നത് ഈ വീട്ടിലാ. അതെങ്ങനെ ശരിയാവും? ശിവൻ ഇവിടെയാണ് താമസമെങ്കിൽ നീ പറയുന്നത് ന്യായമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് ഞാനും എന്റെ ഭാര്യ നിർമ്മലയും മാത്രമാണ്. എന്റെ 2 മക്കളും ഇപ്പൊ ഞങ്ങളുടെ കൂടെയില്ല. എന്റെ വാക്കുകൾ കേട്ട് ജീവിക്കാത്തത് കൊണ്ട് ഞാൻ അവരെ എന്റെ മക്കളായിട്ട് കണക്കാക്കുന്നതുമില്ല. അപ്പൊ പിന്നെ നീ എന്ത് ബന്ധത്തിന്റെ പുറത്ത് ഇവിടെ നിൽക്കും?